1872 ഒരു ഡിസംബർ പ്രഭാതത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശാന്തമായ ജലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഡി ഗ്രേഷ്യ എന്ന കപ്പലിലെ ജീവനക്കാർക്ക് ദൂരെയായി ഒരു കപ്പൽ കാണാൻ സാധിച്ചു. ലക്ഷ്യമില്ലാതെ ഒഴുകി നടന്ന ആ കപ്പൽ മേരി സെലസ്റ്റെ ആയിരുന്നു. ക്യാപ്റ്റൻ മോർഹൗസിന് പരിചിതമായ ഒരു കപ്പലായിരുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഒരു ചെറുസംഘത്തെ ആ കപ്പലിലേക്ക് അയച്ചു. മേരി സെലസ്റ്റയെ ആളൊഴിഞ്ഞ നിലയിൽ അവർ കണ്ടെത്തി. കപ്പലിൻ്റെ ലോഗ് ബുക്കിലെ അവസാന എൻട്രി 10 ദിവസം മുൻപായിരുന്നു. അതിലെ ജീവനക്കാർക്ക് എന്ത് സംഭവിച്ചു? ദൃശ്യം ഭയാനകമായിരുന്നു. കപ്പലിലെ ചരക്ക് തൊടാതെ കിടക്കുകയായിരുന്നു. ഭക്ഷണവും വെള്ളവും ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും അതിൽ അതേപടി കിടന്നു. പെട്ടെന്ന് അവർ എവിടെയോ മറഞ്ഞു പോയതുപോലെയായിരുന്നു ഇത്. ദുരൂഹത വർദ്ധിച്ചു. ഈ പ്രേത കപ്പലിൽ എന്ത് സംഭവിച്ചിരിക്കാം? മേരി സെലസ്റ്റയെ ജിബ്രാൾട്ടറിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഒരു അന്വേഷണം തന്നെ ആരംഭിച്ചു. ലോകം ഉത്തരങ്ങൾക്കായി കാത്തിരുന്നു. മേരി സെലസ്റ്റയ്ക്കും അതിലെ ജീവനക്കാർക്കും എന്ത് വിധിയാണ് നേരിടേണ്ടി വന്നത്? ആ ദുരൂഹത ഇന്നും നമ്മെ ആകർഷിക്കുന്നു. മേരി സെലസ്റ്റെ ചരക്ക് മാത്രമല്ല വഹിച്ചിരുന്നത്. പരിചയസമ്പന്നനായ നാവികനായ ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിക്സും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയും അവരുടെ കൊച്ചുകുട്ടി സോഫിയയും ആ കപ്പലിലുണ്ടായിരുന്നു. അവർ ഇറ്റലിയിലെ ജനോവയിലേക്കൊരു യാത്രയിലായിരുന്നു. 7 പരിചയസമ്പന്നരായ ജീവനക്കാരും അവരോടൊപ്പം കപ്പലിലുണ്ടായിരുന്നു. അവരെല്ലാം പരിചയസമ്പന്നരും കഠിനാധ്വാനികളും വിശ്വസ്തരുമായിരുന്നു. അവരുടെ തിരോധാനം അമ്പരപ്പിക്കുന്നതായിരുന്നു. അവർ ഒരു പെട്ടെന്നുള്ള കൊടുങ്കാറ്റിനെ നേരിട്ടോ അതോ കൂടുതൽ ഭീകരമായ എന്തെങ്കിലും സംഭവിച്ചോ? കാണാതായ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ ദുഃഖത്തിലാണ്ടു. ഒരിക്കലും ലഭിക്കാത്ത ഉത്തരങ്ങൾക്കായി അവർ കൊതിച്ചു. മേരി സെലസ്റ്റയുടെ ദുരൂഹത ഒരു കപ്പലിനെക്കുറിച്ചുള്ളത് മാത്രമായിരുന്നില്ല. അത് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ളതായിരുന്നു. മേരി സെലസ്റ്റെ ഒരു കച്ചവട കപ്പലായിരുന്നു. 1861 നിർമ്മിച്ച ഈ കപ്പലിന് തുറന്ന സമുദ്രം അപരിചിതമായിരുന്നില്ല. ഈ കപ്പൽ കടലിലെ നിരവധി റൂട്ടുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ യാത്രയും മറ്റേതൊരു യാത്രയും പോലെ ആകുമായിരുന്നു. ഈ കപ്പൽ കണ്ടെത്തിയ സമയത്ത് അതിലെ ഒരു ലൈഫ് ബോട്ട് കാണാനില്ലായിരുന്നു. എന്നാൽ കപ്പലിന് യാതൊരു കേടുപാടുകളും ഉണ്ടായിരുന്നില്ല. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. തികച്ചും യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു കപ്പൽ ജീവനക്കാർ എന്തുകൊണ്ടായിരിക്കും ഉപേക്ഷിച്ചത്? ചിലർ ഇതൊരു കടൽ കൊള്ളക്കാരുടെ ആക്രമണമെന്ന് പറഞ്ഞു. മറ്റുള്ളവർ ഒരു കലാപമെന്ന് സങ്കല്പിച്ചു. എന്നാൽ ഇതിനൊന്നും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അക്രമത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചരക്ക് തൊടാതെ തന്നെ കിടന്നു. പിന്നീട് വ്യത്യസ്ത ഉടമകളുടെയും ക്യാപ്റ്റന്മാരുടെയും കീഴിൽ ആ കപ്പൽ യാത്ര തുടർന്നു. എന്നാൽ ആ നിർഭാഗ്യകരമായ യാത്രയുടെ നിഴൽ എപ്പോഴും അവിടെ തന്നെ തങ്ങി നിന്നു. ഒരിക്കൽ പ്രത്യാശയുടെയും സാഹസികതയുടെയും പ്രതീകമായിരുന്ന മേരി സെലസ്റ്റെ വിശദീകരിക്കാനാകാത്ത സംഭവങ്ങളുടെ പര്യായമായി മാറി.